നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കേരളം നാളെ മുതൽ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറെ വിവാദങ്ങൾക്കിടെയാണ് ഓരോ വോട്ടർമാരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങളുമായി LDFും വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടി UDFും BJPയും പ്രചരണം തകൃതിയായി നടത്തുന്നു. പക്ഷേ മുൻപൊരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത തീവ്രതയോടെ വർഗീയത നമ്മുടെ ഇലക്ഷൻ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. വികസനമോ രാഷ്ട്രീയ ഭിന്നതകളോ അല്ല ഈ ഇലക്ഷൻ സംവാദങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. മതവും വിശ്വാസവും അതിലൂന്നിയ വോട്ട് ബാങ്കിലേക്കും കേരളം എന്ന സംസ്ഥാനത്തിന്റെ വോട്ട് ചർച്ചകൾ ചുരുങ്ങിയിരിക്കുന്നു. മുകളിൽ ഒരാളുണ്ട്, ആരെയും വെറുതെ വിടില്ല എന്റെ അയ്യൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ അയ്യപ്പനെ കൂട്ടുപിടിച്ച് പ്രചരണം നടത്തിയത് മറ്റാരുമല്ല, രാജ്യസഭാ MP സുരേഷ് ഗോപിയാണ്. അവിടെ തീർന്നില്ല അയ്യന്റെ പേര്. BJPക്ക് വേണ്ടി തന്നെ പ്രചരണത്തിനിറങ്ങിയ നടൻ കൃഷ്ണകുമാറും അയ്യപ്പന്റെ പേര് പറഞ്ഞ് പ്രചരണം നടത്തി. മതവും വർഗീയതയുമെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുഖ്യ ആയുധമായിരിക്കുന്നു. UDF വെൽഫെയർ കൂട്ടുകെട്ടിനെ നിശിതമായി വിമർശിച്ച ഇടതുമുന്നണിക്ക് UDF അതേ നാണയത്തിൽ മറുപടി നൽകി. UDF വർഗീയ തീവ്രവാദ മുന്നണിയായി മാറിയെന്ന് CPM ആരോപിച്ചു. വികസന നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തതിനാൽ മുഖ്യമന്ത്രി വർഗീയതയെ കൂട്ടുപിടിച്ച് വിലാപം നടത്തുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മതവും വിശ്വാസവും എല്ലാം സമം ചേർത്ത് ജനാധിപത്യത്തിന്റെ സുന്ദര മുഹൂർത്തങ്ങളെ ഉത്തരേന്ത്യൻ മോഡൽ പ്രചരണ രീതിയിൽ എല്ലാ കക്ഷികളും കൊണ്ടാടുന്നു. വികസനവും നയങ്ങളും ചർച്ചയായിരുന്ന പ്രചരണ വേദികളിൽ മതവും വിശ്വാസവും നിറയുന്നു. മതേതരത്വത്തിന്റെ തുരുത്ത് എന്ന് ഊറ്റം കൊള്ളുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് പ്രചരണ വിഷയമാകേണ്ടത് ഇക്കാര്യങ്ങളാണോ? എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുന്നു. മാത്രം ബാക്കി നിൽക്കെ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രിയമണ്ഡലമായ വട്ടിയൂർക്കാവിൽ നിശബ്ദ പ്രചരണത്തിലാണ്. സർ, എങ്ങനെയുണ്ട് ഈ തവണ? എത്രത്തോളം പ്രതീക്ഷയുണ്ട് UDF? കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ മികച്ച സീറ്റുകൾ ഈ നിയോജകമണ്ഡലത്തിന് ലഭിക്കും. കഴിഞ്ഞ തവണ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം എണ്ണം വളരെ കുറഞ്ഞു പോയി. ഇത്തവണ അത് പരിഹരിക്കും. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ഇത്തവണ UDFന് ലഭിക്കും. സംസ്ഥാനത്ത് ഒട്ടാകെ എങ്ങനെയുണ്ട്? സംസ്ഥാനത്ത് ഒട്ടാകെ ഒരു UDFന് മുൻതൂക്കമുണ്ട്. 2010 ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം? തീർച്ചയായിട്ടും ഞങ്ങളായിരിക്കും ഏറ്റവും വലിയ കക്ഷി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കേവല ഭൂരിപക്ഷത്തേക്ക് എത്തുന്നതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഇന്നലെയൊക്കെ മന്ത്രി കടകംപള്ളി ഉന്നയിക്കുന്ന ആക്ഷേപം കോൺഗ്രസും BJPയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നാണ്. അല്ല, ബന്ധം LDFും BJPയും തമ്മിലാണ്. അതിവിടെ പല വാർഡുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവർ തമ്മിലാണ് ഒരു അന്തർധാര രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ലാവ്ലിൻ കേസ് ചവിട്ടാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കൊടുക്കാമെന്നൊരു രഹസ്യമായിട്ടുള്ള ചില സന്ദേശങ്ങൾ സംസ്ഥാന CPM നേതാക്കൾ തന്നെ BJPയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പക്ഷെ അത് ഞങ്ങൾ കവർ ചെയ്യും. അതേപോലെ തന്നെ UDFും മലബാറിൽ UDFിന്റെ മറ്റ് ബന്ധങ്ങൾ, വെൽഫെയർ പാർട്ടിയുമായി അടക്കമുള്ള ബന്ധങ്ങൾ, വെൽഫെയർ പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് പലയിടത്തും നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ മറച്ചു വയ്ക്കാനൊന്നുമില്ലല്ലോ. വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തവണ UDFനെ സഹായിച്ചാണ് കഴിഞ്ഞ ലോക്സഭയിൽ. അവരുമായിട്ട് പ്രാദേശികമായിട്ട് ചിലയിടത്ത് നീക്കുപോക്കുണ്ട്. അത് ഗുണകരമാവും. അത് തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ തവണ നമ്മളെ സഹായിച്ചാണ്. അവർ ഗുണവും ദോഷവും നോക്കില്ല. അവർ സെക്യുലർ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തതുകൊണ്ട് അവരുമായിട്ട് പ്രാദേശിക തലത്തിൽ നീക്കുപോക്കുണ്ട്. അതേപോലെ തന്നെ RMB അടക്കം. RMB ഞങ്ങളോടൊപ്പം പരസ്യ ഏരിയനുണ്ട്. പരസ്യ ഏരിയന് RMBയുടെ സ്ഥാനാർത്ഥികൾ UDFിൻ്റെ കൂടെ ജനകീയ മുന്നണിയായിട്ടാണ് വടകര താലൂക്കിലൊക്കെ മത്സരിക്കുന്നത്. വർഗീയ ചർച്ചകളിലേക്കാണോ തെരഞ്ഞെടുപ്പിനെ ചുരുക്കേണ്ടത്? ഈ വിഷയം ചർച്ച ചെയ്യുന്നു എഡിറ്റേഴ്സ് അവർ. ഈ മണിക്കൂറിൽ SK സജീഷ്, CPIM RV രാജേഷ്, കോൺഗ്രസ് CR നീലകണ്ഠൻ നിരീക്ഷകനൊപ്പം തന്നെ നാരായണൻ നമ്പൂതിരി, BJP എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന. ആദ്യം RV രാജേഷിലേക്ക്. ശ്രീ RV രാജേഷ്, വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടിൽ എന്താണ് UDFന് ഒരു കൺഫ്യൂഷൻ? അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. വളരെ വ്യക്തമായി KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ UDFിന്റെ കൺവീനറും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ AICCയുടെ നിലപാടുകൾ ശ്രീ KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇന്ന് ഇവരുടെ പറഞ്ഞതിലപ്പുറമായി മറ്റൊരു കാര്യവും പറയാനില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കഴിഞ്ഞ ദിവസം ശ്രീ നികേഷ് കുമാറുമായുള്ള ചർച്ചയിൽ ഈ കാര്യം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനകത്ത് കോൺഗ്രസിനകത്തോ UDFിനകത്തോ യാതൊരു കൺഫ്യൂഷനും ഇല്ല. കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് മതേതര നിലപാടാണ്. മതേതര നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രമാണം. ആ നിലപാടിൽ കോൺഗ്രസ് മാറ്റമില്ല. പിന്നെ പ്രാദേശികമായ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളാണ്. ആ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ പ്രാദേശികമായ വികസനത്തിന്, അതല്ലെങ്കിൽ പ്രാദേശികമായ പല കക്ഷികളുമായും അല്ലെങ്കിൽ ചില സ്വതന്ത്രരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത്. അതല്ലാതെ കോൺഗ്രസിന് UDFന് ഇത്തരം പാർട്ടികളുമായി ഡയറക്റ്റായി യാതൊരു തെരഞ്ഞെടുപ്പ് സഖ്യവുമില്ല എന്നുള്ളത് തന്നെയാണ്
ഞങ്ങളുടെ നിലപാട്. നോക്കൂ, ഇത് കെ മുരളീധരനെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിനും UDF-നും കഴിയുന്നില്ലേ ശ്രീ ആർ വി രാജേഷ്? തീർച്ചയായും അവരെല്ലാം പറഞ്ഞത് ഒന്ന് തന്നെയാണ്. കോൺഗ്രസിന് UDF-ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഇത്തരം പാർട്ടികളുമായി നമ്മുടെ ഘടകകക്ഷികളോ അതല്ലെങ്കിൽ മറ്റ് തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് UDF മുന്നണിയിലോ ഇവരാരും ഉൾപ്പെടുന്നില്ല. അത് വളരെ വ്യക്തം തന്നെയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ പ്രാദേശികമായി പല ജില്ലകളിലും പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെ ചില പാർട്ടികൾ അത് UDF-നെ പിന്തുണയ്ക്കുന്നുണ്ട്, RMP പിന്തുണയ്ക്കുന്നുണ്ട്, അതുപോലെ പല പാർട്ടികളും പിന്തുണയ്ക്കുന്നുണ്ട്. ചില പൊതു സ്വതന്ത്രരെ UDF നടത്തിയിട്ടുണ്ട്. ആ പൊതു സ്വതന്ത്രരെ പല രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിലപാടുകൾ മാത്രമാണ് UDF-നുള്ളത് ഈ തെരഞ്ഞെടുപ്പ്. നോക്കൂ ശ്രീ ആർ വി രാജേഷ്, ഇന്നിപ്പോൾ കൃത്യമായി തന്നെ കെ മുരളീധരൻ പറയുന്നു, കെ മുരളീധരൻ ഇത് ആദ്യമായല്ല ഇത്തരത്തിലൊരു വിഷയത്തിൽ ഈ നിലപാട് സ്വീകരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിൽ പലയിടത്തും നീക്കുപോക്കുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് ജില്ലയെക്കുറിച്ചായിരുന്നുവെങ്കിൽ പലയിടത്തും പ്രാദേശിക നീക്കുപോക്കുണ്ട് എന്ന് പറയുന്നതിനൊപ്പം 2019 തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDF-നെ സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളം? അല്ല, കേന്ദ്രത്തിൽ BJP വിരുദ്ധ ഒരു നിലപാട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ BJP-ക്കെതിരായി കോൺഗ്രസ് നിലകൊള്ളുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും അതല്ലെങ്കിൽ BJP-ക്ക് എതിർക്കുന്ന പല പാർട്ടികളും കോൺഗ്രസിന് പിന്തുണച്ചിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരം വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലും അത്തരം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത്തരം വോട്ടുകൾ വേണ്ട എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയില്ല. തെരഞ്ഞെടുപ്പിൽ ഇത്തരം വോട്ടുകൾ തീർച്ചയായും കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ന് വെച്ച് ഇവരെ ഇത്തരം കക്ഷികളെ UDF-ന്റെ ഭാഗമാക്കുകയോ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാക്കുകയോ UDF-ന്റെ ഒരു മുന്നണി എന്നുള്ള രീതിയിൽ ആ മുന്നണിയുടെ ഭാഗമാക്കുകയോ ഒരിക്കലും കോൺഗ്രസ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള നിലപാട്. ആ നിലപാട് തന്നെയാണ് KPCC-യുടെ അധ്യക്ഷൻ അടക്കമുള്ളവർ വളരെ വ്യക്തമായി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇതിൽ വ്യക്തത കുറവുള്ളത് ക്ഷമിക്കണം ശ്രീ ആർ വി രാജേഷ്, ഇതിൽ വ്യക്തത കുറവുള്ളത് കൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അതായത് മത തീവ്രവാദ സംഘടനകളുടെയോ പാർട്ടികളുടെയോ വോട്ട് വേണ്ട എന്ന് തീരുമാനിക്കാൻ UDF-നും കോൺഗ്രസിനും കഴിയുന്നുണ്ടോ? അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? പ്രാദേശികമായുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ പ്രാദേശികമായി പല കക്ഷികളുമായി ചർച്ച നടത്തുകയും അതല്ലെങ്കിൽ പ്രാദേശിക കക്ഷികളിൽ ചില സ്വതന്ത്രത നടത്തുകയും ചെയ്യുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്നത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പലരും പിന്തുണയ്ക്കുന്നത്, അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുന്നത്, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഈ വെൽഫെയർ പാർട്ടി ഇടതുമുന്നണിയെ പിന്തുണച്ചിട്ടുണ്ട്. CPM ഇവരുമായി സഖ്യമുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ എത്ര പഞ്ചായത്തുകളിലാണ് കഴിഞ്ഞ തവണ ഈ SDP-യുമായി അടക്കമുള്ളവരുമായി ചേർന്ന് CPM ഭരണം പങ്കിട്ടിട്ടുള്ളത്? അപ്പൊ അതൊക്കെ വ്യക്തമാണ്. അത്തരം നിലപാടുകളല്ല ഞങ്ങൾ ഈ കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടാണ് KPCC-യുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് UDF-ന്റെ കൺവീനർ എന്ന രീതിയിൽ MMS പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറമായി മറ്റൊരു നിലപാട് എനിക്ക് പറയാനുമില്ല. ആ നിലപാട് വളരെ വ്യക്തമാണ്. KPCC അധ്യക്ഷൻ പറയുന്നു. പക്ഷേ കെ മുരളീധരൻ പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് ശ്രീ ആർ വി രാജേഷ്? 2019 നോക്കൂ, ഇത്രയാണ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടി സഹായിച്ചിട്ടുണ്ട് എന്നാണ് കെ മുരളീധരൻ ഇന്ന് കൃത്യമായി പറഞ്ഞു. അത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. പ്രാദേശിക തലത്തിൽ പലയിടങ്ങളിലും നീക്കുപോക്കുണ്ടായിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ അവർ സഹായിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ പറയുകയാണ് ശ്രീ ആർ വി രാജേഷ്. അതിനു മുമ്പുള്ള പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിക്ക് ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് ഞാനും പറഞ്ഞില്ല. UDF-ന്റെ നിലപാടല്ലേ ചോദിക്കുന്നത് ശ്രീ ആർ വി രാജേഷ്? പറയൂ. വ്യക്തമല്ല. ഇടതുമുന്നണിയുടെ കാര്യം നമുക്ക് ഇടതുമുന്നണി പ്രതിനിധിയോട് ചോദിക്കാം. പറയൂ, UDF-ന്റെ നിലപാടാണല്ലോ അറിയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വർഗീയ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ആ നിലപാട് വളരെ വ്യക്തമായി KPCC-യുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് UDF-ന്റെ നിലപാട് MMS പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് കൂടുതൽ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം പല ആളുകളും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തികളും കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിനെതിരായി കേന്ദ്രത്തിൽ BJP ഗവൺമെന്റിനെതിരായി ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ 19 സീറ്റിൽ UDF-ന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഒരു വലിയ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ടായപ്പോൾ, കേരളത്തിലെ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ വികാരം UDF-ന് അനുകൂലമായപ്പോൾ പലതരം രാഷ്ട്രീയ പാർട്ടികൾ, പല രാഷ്ട്രീയ നിലപാടുള്ളവർ, ഇടതുമുന്നണി അല്ലെങ്കിൽ CPM-കാർ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്തിട്ടില്ലേ? അതല്ലെങ്കിൽ എങ്ങനെയാണ് പല നിയോജക മണ്ഡലത്തിലും UDF-ന് ഇത്രയധികം ഭൂരിപക്ഷം കിട്ടുന്നത്? അത് ഇടതുമുന്നണിയോട് അല്ലെങ്കിൽ ഇടത് ആശയങ്ങളുള്ളവർ പോലും
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സംശയവുമില്ല. ആ വോട്ടുകളൊന്നും ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അത് ആ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF 19 സീറ്റുകൾ ലഭിച്ചിട്ടുള്ളത്, 19 സീറ്റുകൾ നേടിയത്. അതുകൊണ്ട് ആ കാര്യത്തിൽ UDFന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ കണക്ക് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം ഇത്തരം പാർട്ടികൾ ഇടതുമുന്നണിയോട് ആഭിമുഖ്യമുള്ള ഇടതുമുന്നണിയോട് ആഭിമുഖ്യമുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇടതുമുന്നണിയോട് ആഭിമുഖ്യമുള്ളതിനെ കുറിച്ച് ഇടത് പ്രതിനിധിയോട് തന്നെ നമുക്ക് ചോദിക്കാം. പക്ഷെ നോക്കൂ ശ്രീ ആർ വി രാജേഷ്, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പതിവില്ലാത്ത വിധത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ പല കോണുകളിൽ നിന്നും കാണുകയുണ്ടായി. പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടിയുടെ കടന്നുവരവ്, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നു ഞങ്ങൾ UDFുമായി നേരത്തെ തന്നെ ചർച്ചകൾ നടത്തി, ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കി എന്ന് ശ്രീ ആർ വി രാജേഷ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ പറയുന്നത്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാരം പറയുന്നു, കെ മുരളീധരൻ സമാന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അവിടെ അതിനിടയിൽ അതിൽ നിന്ന് വിഭിന്നമായി പറയുകയാണ് KPC പ്രസിഡന്റ്, ഒപ്പം തന്നെ UDF കൺവീനർ. അവിടെയാണ് ചോദിക്കുന്നത്, എവിടെയാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നത്, എവിടെയാണ് ശ്രീ ആർ വി രാജേഷ്? രണ്ടും രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ശ്രീ ആർ വി രാജേഷ്. രണ്ടും അല്ലെങ്കിൽ ഇവരെല്ലാവരും ഒരേ ഭാഷയിലല്ല സംസാരിക്കുന്നത്. ഏത് ഭാഷയ്ക്കാണ് വ്യത്യാസമുള്ളത്? വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം അവരോട് ചോദിക്കണം. അതിന്റെ അഭിപ്രായം പറയാനല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആ കോൺഗ്രസിന്റെ അഭിപ്രായം KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞു, അത് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്? അത് കോൺഗ്രസിന്റെ അഭിപ്രായം വളരെ ക്ലിയർ ആണ്. AICCയുടെ അഭിപ്രായം അത് KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ AICCയുടെ ജനറൽ സെക്രട്ടറിയായി കേരളത്തിന് ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി എന്നത് ശ്രീ KC വേണുഗോപാൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനപ്പുറമായി മറ്റൊരു ക്ലാരിറ്റി ഇനി എന്താണ് വരേണ്ടത്? ആ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല എന്നുള്ളതാണ് UDFന്റെ വാദം. ശരി, ഞാൻ വരാം. അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ SK സജീഷ്, നോക്കൂ, സ്വാഭാവികമായും വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ നിങ്ങൾ വാങ്ങിയിട്ടില്ലേ, ഇതിനു മുൻപ് ഒരവസരത്തിലും വാങ്ങിയിട്ടില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും UDF ഉയർത്തും. ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി UDFുമായി കൂട്ടുകൂടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ വർഗീയ പാർട്ടിയായി മാറുകയും തീവ്ര വർഗീയ സ്വഭാവമുള്ളവരാകുന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊക്കെ കഴമ്പുണ്ടോ ശ്രീ SK സജീഷ്? അല്ല, നമ്മൾ കാണേണ്ടത് കേരളത്തിലെ UDF സംവിധാനം തന്നെ തകർന്നിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. UDF ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി എന്നതിൽ നിന്ന് മാറി ഐക്യവും ജനാധിപത്യവും ഇല്ലാത്ത മുന്നണിയായി മാറിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് UDFിലെ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് മാണിയും LJDയും എല്ലാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും ശരി, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ശരി, UDFന്റെ ഭാഗമായി സജീവമായി നിലകൊണ്ട കക്ഷികളായിരുന്നു. ഈ കക്ഷികൾ നഷ്ടപ്പെട്ടപ്പോൾ UDFന് സംഭവിച്ചത് എന്താണ്? UDF ഏതാണ്ട് കോൺഗ്രസിനാൽ നയിക്കപ്പെടുന്ന മുസ്ലിം ലീഗിനാൽ നയിക്കപ്പെടുന്ന കോൺഗ്രസ് മുന്നണിയായി UDF മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ലീഗാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനും SDPIയുമായി സഖ്യമുണ്ടാക്കാനും എല്ലാം നേതൃത്വം കൊടുക്കുന്നത് ലീഗായിരുന്നു. ആ ലീഗ് നേതൃത്വത്തിൽ ഈ സഖ്യ ചർച്ചകളെല്ലാം നടക്കുകയും അതിന്റെ കാർമ്മികത്വത്തിലേക്ക് പിന്നീട് UDFന്റെ കൺവീനറായ ശ്രീ MM ഹസൻ തന്നെ വരികയും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കണ്ട് ഈ കാര്യങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലൊരു അനുഭവവും നേരത്തെ കേരളത്തിലില്ല. അത്തരം കാര്യങ്ങൾ പറയാനിട്ട് UDFനിട്ട് കഴിയുമില്ല. കോൺഗ്രസ് പ്രതിനിധി എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാനാണോ ഇപ്പോൾ ശ്രമിക്കുന്നത്? അദ്ദേഹം വ്യക്തമായി പറയേണ്ടത്, ഇപ്പോ ഇവർ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? UDFന്റെ കൺവീനറാണല്ലോ ശ്രീ MM ഹസൻ. അദ്ദേഹം പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ട്. അപ്പോൾ KC വേണുഗോപാൽ പറയുന്നു ആ കാര്യം പറയേണ്ടത് KPCC പ്രസിഡന്റാണ്, നിങ്ങളല്ല. UDFന്റെ കാര്യം ഞാൻ തന്നെ പറയും എന്നുള്ള രീതിയിൽ പറയുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു ശ്രീ K മുരളീധരൻ ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങൾ കാണിച്ച ബൈറ്റിൽ തന്നെ അത് വ്യക്തമാണ്. കേരളത്തിൽ എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എന്ത് നിലപാടാണ് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത് എന്ന് ഒരിക്കലും ഇപ്പോൾ വ്യക്തമാകുന്നില്ല എന്നതുകൂടി ഒരു വസ്തുതയാണ്. അത് അദ്ദേഹവും പറയുന്നു. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങോളം ഇങ്ങോളം UDFും അതിനകത്ത് നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയല്ലേ. വോർഡുകളിലെല്ലാം വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന UDF സ്ഥാനാർത്ഥി എന്നും UDF പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എന്നെല്ലാം പറഞ്ഞുകൊണ്ട്
ഒരുമിച്ച് നിന്നാണല്ലോ ഇവർ മത്സരിക്കുന്നത്. ഇവരുടെ നേതാക്കന്മാർ ഈ പരിപാടിയിലെല്ലാം പങ്കെടുക്കുന്നില്ലേ? പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കളമശ്ശേരിയിൽ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചത് KPCC നിർവാഹക സമിതി അംഗമായിട്ടുള്ള ജമാൽ മണക്കാടാണല്ലോ. KPCC നിർവാഹക സമിതി അംഗം വെൽഫെയർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് സഖ്യമില്ലാഞ്ഞിട്ടാണോ? സഖ്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ നിരവധിയായ കാര്യങ്ങളുണ്ട്. അനിലക്കര MLA വെൽഫെയർ പാർട്ടി വടക്കാഞ്ചേരി മുനിസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ നടത്തിയ പരിപാടിയിൽ മുഖ്യ പ്രാസംഗികനായി പങ്കെടുത്തത് ഈ പറഞ്ഞ സഖ്യമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോ നമ്മൾ കാണേണ്ടത് ഈ സഖ്യമെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ സഖ്യം നിലനിൽക്കുന്നു മാത്രമല്ല, ഒരു വശത്ത് വെൽഫെയർ പാർട്ടിയുമായും സഖ്യം ചേരുമ്പോൾ മറ്റൊരു വശത്ത് BJPയുമായും സഖ്യം ചേരുകയാണ് UDF. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. CPIMന്റെ 5ാമത്തെ പ്രവർത്തകനാണ് കഴിഞ്ഞ 4 മാസത്തിനിടയിൽ കൊല ചെയ്യപ്പെടുന്നത്. സഖാവ് മണിലാലിനെ കൊല്ലത്ത് വെച്ച് മന്ത്രോത്തുരത്തിൽ വെച്ച് അതിനിഷ്ഠൂരമായി BJPക്കാർ കൊല ചെയ്യുന്നു. BJPക്ക് അവിടെ ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ളതോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നോ ആയ ഒരു പ്രദേശമല്ല. കോൺഗ്രസ് ആണ് അവിടെ, ഇടതുപക്ഷവും UDFും തമ്മിലാണ്. കോൺഗ്രസ് ആണ് അവിടെ പ്രധാനമായും മത്സരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാനും ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ഒരു ഘടകകക്ഷിയായി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നോക്കൂ, ഇപ്പോൾ UDFിനൊപ്പം നിൽക്കുമ്പോൾ അത് തീവ്ര വർഗീയ പാർട്ടി ആവുകയും LDFിനൊപ്പം നിൽക്കുമ്പോൾ അത് അങ്ങനെ അല്ലാതാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ശ്രേയസ് കെ സജീഷ്? LDFിനൊപ്പം നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? LDFിനൊപ്പം നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചിട്ടില്ല. LDF ഇങ്ങനെ ഇവരുമായി ഐക്യം ചേർന്നുകൊണ്ട് LDFിന്റെ കൺവീനർ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണാൻ പോയ അനുഭവം എപ്പോഴാണുള്ളത്? താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണല്ലോ, താങ്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്നാൽ UDFിന്റെ ഹമീദ് വാണിയമ്പലത്തിന്റെ തന്നെ നോക്കൂ ശ്രേയസ് കെ സജീഷ്, ഹമീദ് വാണിയമ്പലം തന്നെ പറയുകയുണ്ടായി, ഇത് പലപ്പോഴും അവസരവാദ രാഷ്ട്രീയമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സഹായം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കത് നൽകാൻ കഴിഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDFിനൊപ്പം ചേരുകയായിരുന്നു. അത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ ഹമീദ് വാണിയമ്പലം കളവ് പറയുകയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലെന്ന് പറയേണ്ടി വരും ശ്രേയസ് കെ സജീഷ്. അപർണ, ഒരു കാര്യം അതിൽ പറയേണ്ടത്, ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെയല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെയാണോ RSSനെ അകറ്റി നിർത്തേണ്ടത് അതുപോലെ തന്നെ അകറ്റി നിർത്തേണ്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു വശത്ത് ഹിന്ദു രാഷ്ട്ര നിർമ്മാണം എന്ന ലക്ഷ്യം വെച്ച് RSS രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്ര നിർമ്മാണം എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ അതേപോലെ തന്നെ അപകടമായി കാണുന്നത്. അതുകൊണ്ട് അവർ പൊതുവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇവിടെ നാം കാണേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളെ അവരുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചയെ മറച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം UDFുമായി സഖ്യം ചേർന്നുകൊണ്ട് ഒരുമിച്ചാണ് ഇവർ മത്സരിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുത നേതാക്കന്മാർ തന്നെ തുറന്നു പറയുന്നു. വേറെ ആര് പറയണം? UDFിന്റെ കൺവീനർ അല്ലേ പറയുന്നത്? UDF കൺവീനർ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ട്. എന്നാൽ UDFിന്റെ കൺവീനർ അങ്ങനെ LDFിനെ ഒരു ഘട്ടത്തിൽ പോലും നോക്കൂ ശ്രേയസ് കെ സജീഷ്, LDFിനെ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. അതായത് ഞാൻ പറഞ്ഞതാണ്, UDFിന്റെ കൺവീനർ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ പോയി കാണുകയും അതിന്റെ ഭാഗമായി ലീഗ് നേരത്തെ ഉറപ്പിച്ച ഡീൽ ഒന്നുകൂടി ഉറപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം ഇപ്പോഴും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ലീഗ് ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ ലീഗിനാൽ നയിക്കപ്പെടുന്ന കോൺഗ്രസ് മുന്നണിയാണ്. മറ്റു ഘടകകക്ഷികളൊന്നും കാര്യമായിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ലീഗിന്റെ അപ്രമാദിത്വമാണ് ലീഗ് എടുത്ത ഈ നിലപാട്. ആ നിലപാടിനൊപ്പം ചേർന്ന് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ MM ഹസൻ പറയുന്നു സഖ്യമുണ്ട്, മുന്നണിയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നു അതല്ല എന്ന് പറയുന്നു. ദേശീയ വക്താവ് എന്ന് പറഞ്ഞിട്ട് KC വേണുഗോപാൽ പറയുന്നു അത് ദേശീയ നയമല്ല എന്ന് പറയുന്നു. എന്നാൽ ഇവർ ഈ UDF കൺവീനറുടെ നിലപാട് തെറ്റാണെന്നും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നും പറയണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യമെങ്കിലും പറഞ്ഞാൽ മതി. ഈ തെരഞ്ഞെടുപ്പിലുടനീളം UDF, ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിലുടനീളം കേരളത്തിൽ UDFിന് വേണ്ടി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് വെക്കും. വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയത് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ, സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പരിപാടികൾ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്.
വെൽഫെയർ പാർട്ടിയുടെ ഇല്ല, ശരി, ഞാൻ വരാം സജീഷ്. നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. നമുക്ക് വരാം, അതിൽ വളരെ ചുരുക്കിയ വാക്കുകളിൽ നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും നന്നാവുക. പ്രത്യേകിച്ച് നമുക്ക് ഒരു മണിക്കൂർ ചർച്ചയല്ലേ. അല്ല, ശരി, ഞാൻ വരാം ശ്രീ എസ് കെ സജീഷ്. നോക്കൂ, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി വെൽഫെയർ പാർട്ടി ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ വെൽഫെയർ പാർട്ടിയെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും അവരുടെ പ്രതിനിധിയെ ലഭ്യമാകാത്തത് കൊണ്ടാണ് അവരെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ കഴിയാതിരുന്നത്. ശ്രീ നാരായണൻ നമ്പൂതിരി, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മതവും വിശ്വാസവും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സമാന രീതിയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പൊന്നും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മതവും വർഗീയതയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്, എങ്ങനെ? എനിക്ക് ഈ രണ്ടുപേരുടെയും ചർച്ച കേട്ടപ്പോ സത്യത്തിൽ രണ്ടുപേരും എത്ര ഭംഗിയായി സത്യത്തിന്റെ നേരെ മുഖം തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ബോധ്യം വന്നത്. ഇപ്പൊ കോൺഗ്രസിന്റെ രാജേഷ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെയും ദേശീയ സെക്രട്ടറിയുടെയും സ്റ്റാൻഡ് പറയുന്നു. പക്ഷേ UDF കൺവീനറും കെ മുരളീധരനും വേറൊന്ന് പറയുന്നു. ഇതിൽ ഏതാണ് ശരിയെന്നെങ്കിലും പറയണ്ടേ? ഒന്നുകിൽ മുരളി പറയുന്നത് തെറ്റാണ്, മുരളിയുടെ പേരിൽ ഷോക്കോസ് നോട്ടീസ് കൊടുക്കണ്ടേ? ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിലാണ് എന്നുള്ളത് മുരളി മാത്രമല്ലല്ലോ, UDF കൺവീനർ പറഞ്ഞില്ലേ. മുല്ലപ്പള്ളി രാമചന്ദ്രനെ തിരുത്താൻ നോക്കിയപ്പോൾ ഹസൻ പറഞ്ഞത് എന്താ? UDFന്റെ തീരുമാനമാണ്. മുരളി പറഞ്ഞത് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനപ്രകാരമാണ് സഖ്യമുണ്ടാക്കിയതെന്നല്ലേ. കോൺഗ്രസിന് അതൊക്കെ ചെയ്യാം. കോൺഗ്രസ് കാരണം ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഇപ്പോ വെൽഫെയർ പാർട്ടി ആയിട്ടും ജമാഅത്തെ ഇസ്ലാമി ആയിട്ടും വിഘടനവാദികളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് സഹകരിച്ച് സംവദിച്ചു പോകാൻ താല്പര്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി കോൺഗ്രസ് മാറുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ചെയ്യും. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസവും സംശയമൊന്നുമില്ല. CPM-ന്റെ ഈ ഗീർവാണം കേൾക്കുമ്പോഴാണ് എനിക്ക് ഈ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്തോ ഒരു എന്താ പറയണ്ടേ ചാരിത്ര്യ പ്രസംഗമാണ് CPM-ന്റെ. സാർ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുക്കം മുനിസിപ്പാലിറ്റിയിൽ ആരൊക്കെ കൂടെയാ ഭരിച്ചത് സജീഷെ? നിങ്ങളുടെ ജില്ലയാണല്ലോ കോഴിക്കോട്. വെൽഫെയർ പാർട്ടിയും CPM-ഉം കൂടെ ചേർന്നല്ലായിരുന്നോ? ഈ എറണാകുളം ജില്ലയിൽ ആ ജോസഫ് മാസ്റ്ററെ കൈവെട്ടിയ കേസിലെ പ്രതി അടക്കമുള്ളവരെ നിങ്ങൾ ഉൾപ്പെടെ പിന്തുണച്ചാണല്ലോ അവിടെ ആ ഇടവലങ്ങ് പഞ്ചായത്തിൽ ഭരണം നടത്തിയത്, എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത്. ഈ കേരളത്തിൽ എത്രയോ പഞ്ചായത്തുകൾ നിങ്ങൾ ഒരുമിച്ച് ഭരിച്ചു. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ നിങ്ങൾ നിങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പിണറായി വിജയൻ അബ്ദുൽ നാസർ മദനിയെ ആ കൈ കൊടുത്ത് ആ വേദിയിലേക്ക് കയറ്റിയത്? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഒട്ടാകെ നിങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയില്ലായിരുന്നോ? കേരളത്തിൽ ഈ നിങ്ങളുടെ കൂടെ CPM-ന്റെ കൂടെ നിൽക്കുമ്പോൾ അതെല്ലാം സ്വർഗീയമാണ്, CPM-നെ വിട്ടാൽ വർഗീയമാണ്. എന്തൊരു രാഷ്ട്രീയ നാടകമാണ് സജീഷ് ഇത്. ഒന്നുകിൽ നിങ്ങൾ തുറന്നു പറയണം, ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടായിരുന്നു മുക്കത്ത്, നിങ്ങൾ BJP ഒഴിവാക്കാൻ കോൺഗ്രസ്, നിങ്ങൾ എന്ത് റീസൺ പറഞ്ഞോളൂ, BJP കേരളത്തിൽ വരാതിരിക്കാൻ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയായിട്ട് സഖ്യമുണ്ടാക്കി. ആ സഖ്യമുണ്ടാക്കിയത് തുറന്നു പറയാനുള്ള ഒരാർജവം വേണ്ടേ സാർ? എന്തിനാണ് ഈ പഴയ കാലത്തെ സംബന്ധം പോലെ രാത്രിയിൽ മാത്രം, പകല് വേണ്ട എന്ന് പറയുന്നത് എന്താ? പകലും കുട്ടിയെ എടുക്കാൻ നിങ്ങൾ തയ്യാറാകണ്ടേ? ഇല്ല, നോക്കൂ ശ്രീ നാരായണ നമ്പൂതിരി, ശരിയാണ്, രണ്ട് മുന്നണികളിലും പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടിയുടെ ഫലം അവർ രണ്ടുപേരും ഭുജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് പേരുടെയും കാര്യമെടുത്തത്. അതുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിസ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ, അവസരവാദ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ വെൽഫെയർ പാർട്ടി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വളരെ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിലേക്ക് ചർച്ച കടക്കുകയാണ്. ദയവായി തുടരുക ശ്രീ നാരായണൻ നമ്പൂതിരി. ശ്രീ CR നീലകണ്ഠൻ, നോക്കൂ, നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വർഗീയത, മതപ്രചരണം, വിശ്വാസം ഒക്കെ തന്നെയും കടന്നു വന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളകൾ ഒക്കെ തന്നെയും എങ്ങനെയാണ് സജീവമാവുക. പ്രത്യേകിച്ചും പ്രാദേശിക വിഷയങ്ങൾ കൂടുതലായി എടുക്കുകയും സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാരുകളുടെ വികസന നേട്ടങ്ങൾ സർക്കാരുകൾ പറയാൻ ശ്രമിക്കും, അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കും. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച. പക്ഷെ അതിൽ നിന്നും വിഭിന്നമാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഈ വർഗീയ ചർച്ചകളിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് ആരാണ് ശ്രീ CR നീലകണ്ഠൻ? അല്ല, ഒന്ന് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടക്കം സദാം ഹുസൈൻ വരെ ചർച്ച ചെയ്യപ്പെട്ട തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുള്ള ഒരു കേരളമാണിത് എന്ന് ഞാൻ സദാം ഹുസൈൻ എന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ ബുഷും സദാം ഹുസൈനും ക്ലിൻ്റനും ഒക്കെ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, പ്രാദേശിക രാഷ്ട്രീയം, വികസനം, സാമ്പത്തിക നയങ്ങൾ, ഇതൊക്കെ വരാറുണ്ട്. ഇതൊക്കെ പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടെങ്കിലും നേരത്തെ അപർണ ചോദിച്ചതുപോലെ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ തോതിൽ ജാതിയും മതവും
വളരെ സെക്യുലറായ ആളുകൾ പോലും തൻ്റെ പേരിൻ്റെ കൂടെ ജാതി ചേർത്ത് പ്രചരണം നടത്തുക ഒരു സ്ഥലത്തൊന്നുമല്ല. അങ്ങനെ ജാതിയും മതവും വളരെ സമർത്ഥമായി ഉപയോഗിച്ച് പ്രാദേശികമായി, കാരണം പ്രത്യേകിച്ച് പഞ്ചായത്തിലൊക്കെ 1000 അല്ലെങ്കിൽ 2000 വോട്ടേ ഉള്ളൂ. അതിനിടയിൽ ഏതെങ്കിലും ജാതി, ഇത് സാധാരണഗതിക്ക് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വ്യക്തി, കുടുംബം, ജാതി, ബന്ധങ്ങൾ, സൗഹൃദം ഒക്കെ വരാറുണ്ട്. കാരണം അവിടെ പക്ക രാഷ്ട്രീയം ആരും നോക്കാറില്ല, ആർക്കും അതിൻ്റെ താല്പര്യമില്ല. കാരണം നമ്മുടെ സൗഹൃദമാണെങ്കിൽ എതിർകക്ഷിയാണെങ്കിലും നമ്മൾ വോട്ട് ചെയ്യും. ഇപ്പോൾ എനിക്കറിയാം, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകളെ എനിക്കറിയാം. ഒരെണ്ണത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു പാർട്ടിക്ക്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമില്ല. പക്ഷേ ഇത്തവണ കാണുന്നത് ചർച്ച മുഴുവൻ വർഗീയതയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഊന്നുകയാണ്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി മറ്റു 2 പേരെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയ്യുന്നത് എന്താണെന്നുള്ളത് അദ്ദേഹം കൂടി ആലോചിക്കണ്ടേ. അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിൽ മാത്രം നിൽക്കുകയാണ്. മറ്റുള്ളവർക്ക് വർഗീയത നമ്മൾ ആരോപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാൽ ഉറപ്പിച്ചിരിക്കുന്ന അതിലല്ലേ. ശബരിമല അയ്യപ്പനാണ്, അല്ലെങ്കിൽ വിശ്വാസമാണ്. ശബരിമല അയ്യപ്പൻ എന്താ പഞ്ചായത്തിലും ജനാധിപത്യത്തിൽ എന്ത് സ്ഥാനമുള്ളത്? എൻ്റെ പഞ്ചായത്തിൽ റോഡ് വേണോ, പാലം വേണോ, മറ്റേ കുളം വേണോ എന്ന് തീരുമാനിക്കുന്നതിൽ ശബരിമല അയ്യപ്പൻ എന്താ റോള്? അപ്പം യഥാർത്ഥത്തിൽ പ്രശ്നം അങ്ങനെയാണ്. ഇതിനെ എങ്ങനെയെങ്കിലും വൈകാരികമാക്കുക. അങ്ങനെ വൈകാരികമാക്കി അതിൻ്റെ പുറത്തോട്ട് നേടുക. അപ്പം സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, സമൂഹം ഇതിനാൽ വിഭജിതമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിത്തട്ട് വരെ. ഇപ്പം മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വർഗീയത വരികയാണെങ്കിൽ, ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ തീരും. ഇവിടെ തീരില്ല. കാരണം ആ വർഗീയതയുടെ വിഭജനത്തിലാണ് പഞ്ചായത്ത് മെമ്പർ നിൽക്കുന്നത്. ആ വിഭജനം പിന്നെ എൽക്കാലത്തേക്കും തുടരും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല, യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ, അഴിമതിയുടെ പ്രശ്നങ്ങൾ, ജനകീയാസൂത്രണം ഉദ്ദേശിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മുടെ ഇത് പോവാണ്. ഒരു സ്ഥലത്തും ഈ വലിയ ബോർഡൊക്കെ വയ്ക്കും വികസന നായകൻ എന്നൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഈ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനം താഴെത്തട്ടിൽ വലിയ തോതിൽ ദുരന്തത്തിലേക്കാണ് കേരളം പോകുന്നത്. അത് ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഞാൻ പറയുന്നത് പാർട്ടികളെങ്കിലും അത് സൃഷ്ടിക്കണമെന്ന് ഞാൻ പറയുന്നു. നമുക്കറിയാമല്ലോ, പലപ്പോഴും ഈ മതം പറഞ്ഞു, ജാതി പറഞ്ഞൊക്കെ ഉത്തരേന്ത്യൻ മോഡലാണ്. ഉത്തരേന്ത്യയിലാണ് പ്രത്യേകിച്ചും ഒരു സമുദായത്തിന്റെ വോട്ട് ഈ സമുദായത്തിലുള്ള നേതാവിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് പലപ്പോഴും ജാട്ട് സമുദായമൊക്കെ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും നിർണായകമാകും. പക്ഷേ സമാന രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലേ? അതിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് ആരായിരിക്കും? ഉത്തരേന്ത്യൻ മോഡൽ ആർക്കാണ് നേട്ടം ഉണ്ടാക്കിയതെന്ന് ഇന്ത്യയുടെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെക്യുലർ പാർട്ടികൾ, സെക്യുലർ മുന്നണികൾ അവരതുപോലെ എടുക്കണം. പക്ഷേ പലപ്പോഴും അവർക്കത് താൽക്കാലിക നേട്ടത്തിന് അത് എടുക്കാൻ കഴിയാറില്ല. നേരത്തെ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ UDFന്റെ പ്രതിനിധി ഉരുണ്ടത് നമ്മൾ കണ്ടു, LDFന്റെ പ്രതിനിധി ഉരുണ്ടത് നമ്മൾ കണ്ടു. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, പ്രാദേശികമായി പല സഖ്യങ്ങളും ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാം. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ എന്തിനാ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും CPM-ഉം CPI-യും ഒക്കെ ചേർന്ന് മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അതുണ്ടാവും. പക്ഷെ അത് വർഗീയമായ ഒരു വിഭജനത്തിലേക്ക് അതിനെത്തിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്ത്, ഒരു സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലേക്ക് ഇതിന് ഗുണമുണ്ടാക്കുക. അപർണ ചോദിച്ചത്, ഗുണമുണ്ടാക്കുക സ്ഥിരമായി വർഗീയതയിൽ ഉറച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. കാരണം അതാണ് അവരുടെ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ അവർക്കത് എളുപ്പമുണ്ടാവും, അല്ലാത്തവർക്ക് അത് നഷ്ടമാവുകയും ചെയ്യും. തീർച്ചയായും. ശ്രീ RV രാജേഷ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു കാര്യത്തിൽ കൂടിയാണ്. കോൺഗ്രസിന് ഇപ്പോഴും ഒരു മതേതര സ്വഭാവമുണ്ട് എന്ന് ഇന്ത്യയിലെമ്പാടും ഒരു വിശ്വാസമുണ്ട്. അതിനൊക്കെ തന്നെയും തച്ചുടയ്ക്കാൻ പാകത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പലയിടത്തും നടന്ന ക്യാമ്പയിൻ. പ്രത്യേകിച്ചും ഈ വർഗീയത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നമുക്കറിയാം, നേട്ടം കൊയ്തത് ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ അത് BJPയെ പോലെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളോ അല്ലെങ്കിൽ പാർട്ടികളോ മാത്രമായിരിക്കും. പ്രത്യേകിച്ചും മതത്തിലും വർഗീയതയിലും ഊന്നി നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കും അതിൽ നേട്ടമുണ്ടാകാൻ പോകുന്നത്. ആ ചൂണ്ടയിൽ സെക്യുലർ പാർട്ടികൾ കൊത്തേണ്ടതുണ്ടോ ശ്രീ RV രാജേഷ്? ഒരിക്കലുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വർഗീയ അജണ്ടയല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തീർച്ചയായും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പറയുന്നത് CPM-ന് ഭയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം രാഷ്ട്രീയപരമായ ഒരു പോരാട്ടം നടന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM അമ്പേ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താണ്, ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അഴിമതിയുടെ ചെളിക്കുട്ടിൽ വീണ് നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒന്നാമനകത്തായിരിക്കുന്നു, രണ്ടാമനെ
വലയിൽ വീഴ്ത്തിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ഇത് അന്വേഷണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നു എന്നുള്ള ഭയം CPM-നുണ്ട്. രണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ കേരള തൊഴിലാളി വർഗ പാർട്ടി, അധ്വാനിക്കുന്നവന്റെ പാർട്ടി, സാധാരണക്കാരന്റെ പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ CPM. ആ പാർട്ടിയുടെ നേതാവ്, തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ആ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇന്ന് ജയിലിലാണ്. എന്താണ് കേസ്? മയക്കുമരുന്ന് കള്ളക്കടത്താണ്. ആ മയക്കുമരുന്ന് കടത്ത് കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ജയിലിലായിരിക്കുന്ന സാഹചര്യത്തിൽ CPM-ന് എന്താ ഈ തെരഞ്ഞെടുപ്പ് പറയാനുള്ളത്? എന്താ ഇവിടെ CPM-ന്റെ മുഖ്യമന്ത്രി പറയുന്നത്? ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചർച്ചയില്ലേ? ഈ മയക്കുമരുന്നിനെതിരെ DYFI പ്രചരണം നടത്തിക്കൊണ്ടിരുന്നല്ലോ കഴിഞ്ഞ കാലഘട്ടത്തിൽ. ആരാ ഈ മയക്കുമരുന്ന് രാജാക്കന്മാരുടെ പണം വാങ്ങിയാണോ DYFIയുടെ പ്രചരണം നടത്തിക്കൊണ്ടത്? ഇയാൾ പാർട്ടി അംഗം കൂടെയല്ലേ? ഇയാള് DYFIയുടെ എല്ലാ പ്രചരണ പരിപാടികളിലും അല്ലെങ്കിൽ DYFIയുടെ സമ്മേളനങ്ങൾ ഒക്കെ ഇയാളുടെ സാന്നിധ്യമുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾക്ക് സാന്നിധ്യമുണ്ട്. തിരുവനന്തപുരത്ത് SFIയുടെ പ്രവർത്തകനായിരുന്ന എല്ലാ കാലഘട്ടത്തിലും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പാർട്ടി നേതാവ് എന്നുള്ളതിൽ ഉപരിയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഇപ്പൊ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, പാർട്ടി അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും ഇത്തരം എല്ലാ കാര്യങ്ങളിലും അവർ ജാഗ്രത പുലർത്തണം. അവർ ലളിത ജീവിതം നയിക്കണം. അവരെല്ലാ കാര്യങ്ങളും അറിയിക്കണം. അവർ പാർട്ടി അറിയിക്കണം. എന്നാൽ ഈ പാർട്ടി സെക്രട്ടറിയുടെ മകൻ കോടികൾ സമ്പാദിച്ചത് പാർട്ടി അറിഞ്ഞിട്ടാണോ? ഈ പാർട്ടി സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയത് പാർട്ടി അറിഞ്ഞിട്ടാണോ? ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ്? ഇപ്പൊ നമ്മുടെ പാർട്ടിയുടെ പല ആളുകൾക്കെതിരെ ആഡംബര വിവാഹം നടത്തിയ പാർട്ടി ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാരുടെ മക്കളുടെ വിവാഹം ആഡംബരപൂർണ്ണമായി നടത്തിയാൽ അവരെ പുറത്താക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് കുറച്ച് നാൾ മുമ്പ് കരുനാഗപ്പള്ളിയിൽ ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ എങ്ങാണ്ടോ മകൻ ഈ സ്പിരിറ്റ് കേസിൽ പ്രതിയായപ്പോൾ അയാളെ പാർട്ടി പുറത്താക്കി. അന്വേഷണ കമ്മീഷനെ വെച്ച് പാർട്ടി പുറത്താക്കി. എന്നാൽ പിന്നെ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി പുറത്താക്കേണ്ടതല്ലേ? ഇത്തരം നിഷ്ഠകൾ, ആദർശങ്ങൾ ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുമ്പോൾ. ഇപ്പൊ കളമശ്ശേരിയെ കുറിച്ച് ഇവിടെ CPM പ്രതിനിധി പറഞ്ഞല്ലോ. കളമശ്ശേരിയിലെ ഒരു പാർട്ടിയുടെ നേതാവാണല്ലോ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് സക്കീർ ഹുസൈനെതിരായുള്ള റിപ്പോർട്ട് കണ്ടതല്ലേ? ആ സക്കീർ ഹുസൈന്റെ സമ്പാദ്യങ്ങളെ കുറിച്ച് കണ്ടതല്ലേ? എവിടെ നിന്ന് കിട്ടി? DYFIയുടെ നേതാവായിരുന്നല്ലോ. DYFI അല്ല, ശരിയാണ്. ഇത് രാഷ്ട്രീയമാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെയും രാഷ്ട്രീയമായി തന്നെ തുറന്നു കാണിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ ഇതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് മുന്നോട്ട് വെക്കാനുള്ള രാഷ്ട്രീയ ആയുധങ്ങളും തന്നെയാണ്. നോക്കൂ ശ്രീ SK സജീഷ്, ഇതൊക്കെ രാഷ്ട്രീയമായി തന്നെ സംസാരിക്കപ്പെടുന്ന, രാഷ്ട്രീയമായി തന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട വിഷയമാണ്. പക്ഷെ അവിടെ എന്തിനാണ് നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കാൻ പോകുന്നത്? വെൽഫെയർ പാർട്ടിയുമായുള്ള UDF ശരി ശ്രീ RV രാജ, ഞാൻ ഇടത് പ്രതിനിധിയിൽ നിന്ന് സജീഷിൽ നിന്നൊന്നും മറുപടി തരാം. ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയ അജണ്ടയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക സഖ്യങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയാൽ ഈ രാഷ്ട്രീയ പൊതുജനങ്ങളുടെ രാഷ്ട്രീയ ബോധമണ്ഡലത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മറഞ്ഞു പോകുമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇപ്പോൾ RV രാജേഷ് പറഞ്ഞത് ഒക്കെ തന്നെയും CPM-നെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാം. ഇടത് സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്, വികസന നേട്ടങ്ങൾ മുൻനിർത്താം. പക്ഷെ അവിടെ ഒക്കെ തന്നെയും തീവ്ര വർഗീയ മുന്നണി എന്നൊക്കെ UDF-നെ വിളിച്ച് വെൽഫെയർ പാർട്ടിയും UDF-ഉമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ ആവർത്തിച്ച് പറയേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലൊരു വർഗീയതയെ മുൻനിർത്തിയൊരു പ്രചരണം CPM-നെ പോലൊരു പാർട്ടി നടത്തേണ്ടതുണ്ടോ ശ്രീ SK സജീഷ്? അപർണ, 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, താങ്കളുടെ ചോദ്യം, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് മറ്റു കാര്യങ്ങളിൽ എനിക്ക് ചില മറുപടികൾ പറഞ്ഞു പോകേണ്ടത്. ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ഈ വിഷയം ചർച്ചയിലേക്ക് വെക്കുന്നു. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു. കേരളീയ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ട വിഷയമാണ് കേരളീയ പൊതുസമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ UDF നടത്തുന്ന ശ്രമം. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ അഭിമാനത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുന്നുണ്ട്. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ആ അനുഭവങ്ങളുണ്ട്. ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. കഴിഞ്ഞ UDF കാലവും ഈ ഗവൺമെന്റ് കാലവും തമ്മിലുള്ള വ്യത്യാസം. വൈദ്യുതി, പവർ കട്ടും ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്ന കാലം അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ വീടുകളിലില്ല. അത് ജനങ്ങളുടെ അനുഭവമാണ്. പണ്ട് PSCകളിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ, മെഡിക്കൽ കോളേജുകൾ വരെ പോയാൽ ഡോക്ടർമാരില്ല, മരുന്നില്ല, അങ്ങനെയുള്ള സംവിധാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ രാജ്യത്ത് തന്നെ സമ്പൂർണമായ സൗജന്യമായ കോവിഡ് ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റം, PSCകളിൽ ഇപ്പോൾ മുഴുവൻ സമയവും 3 ഡോക്ടർമാരും ഫാർമസിസ്റ്റും അതുപോലെ തന്നെ ലബോറട്ടറിയും എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി. ഇതിന്റെ ഗുണഭോക്താക്കളാണ് ജനങ്ങൾ. അതുപോലെ തന്നെ അവരുടെ ക്ഷേമാനുകൂല്യങ്ങൾ, UDF-ന്റെ കാലത്ത് 18 മാസക്കാലത്തോളം കുടിശ്ശികയായി നിന്ന 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോൾ 1400 രൂപയായി വീട്ടിലെത്തിക്കുന്നു. അത് 1500 ആകുമെന്ന് ഇടതുപക്ഷം അടുത്ത മാസം പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാണ്. പറഞ്ഞ കാര്യം,
ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റം, ഇന്ന് നമ്മുടെ എല്ലാം വീടുകളുടെ ചുറ്റും അടുക്കളത്തോട്ടങ്ങളും നമ്മുടെ കൃഷിഭൂമി തരിശായി കിടക്കാത്ത സാഹചര്യവും ഉണ്ട്. അത് കേരളത്തിലെ പൊതുവായ നേട്ടമാണ്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാഴ്ചപ്പാടിനോടൊപ്പം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അവർക്ക് ഒരു പ്രയാസമായിരുന്നല്ലോ, പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പാവപ്പെട്ടവൻ UDFന്റെ കാലത്ത് 4,92,000 രക്ഷിതാക്കൾ മക്കളെ പൊതുവിദ്യാലയത്തിൽ നിന്ന് മാറ്റി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയത്. അത് ഹൈടെക് ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ച് 5.5 ലക്ഷത്തിലധികം കുട്ടികൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇതെല്ലാം ജീവിതാനുഭവമാണ്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ വെറുതെ കാലത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന കിറ്റുകൾ, ഇപ്പോഴും സൗജന്യ കിറ്റുകൾ, എല്ലാ APL BPL വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളും റേഷൻ കടയിൽ പോകുന്ന അനുഭവം മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ അതുണ്ടാവുന്നു. അതുപോലെ തന്നെ 14 ഉൽപ്പന്നങ്ങൾക്ക് വില കയറില്ല എന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു. സപ്ലൈകോ, ത്രിവേണി, മറ്റു പൊതു ശൃംഖലയിലൂടെ 14 ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലമായി വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? അതവർ തിരിച്ചറിയുന്നു. എന്നിട്ടും സപ്ലൈകോ ഉൾപ്പെടെ ത്രിവേണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലാഭത്തിലായി പ്രവർത്തിക്കുന്നു എന്നതും അഭിമാനകരമാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും ജീവിതാനുഭവങ്ങളുണ്ട്. ആ ജീവിതാനുഭവങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ വർഗീയ പ്രചരണം നടത്തുന്നു. എനിക്കിതിൽ പ്രയാസം തോന്നിയ ഒരു കാര്യം, വളരെ വർഗീയതക്കെതിരായി SDPIക്കും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കുമായി വലിയ സംസാരം ഈ ചർച്ചയിൽ നടത്തിയത് ശ്രീ CR നീലകണ്ഠനാണ്. അദ്ദേഹത്തിന്റെ അനുഭവം എന്താണ്? SDPI വെൽഫെയർ പാർട്ടിയുടെ പരിപാടികളിലായിരിക്കും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുണ്ടാവുക. നിഷേധിക്കാൻ അദ്ദേഹത്തിന് പറ്റും. SDPIയുടെയും വെൽഫെയർ പാർട്ടികളുടെയും പരിപാടികളിലും സമരത്തിലും പങ്കെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചുമതല തന്നെ. എന്നിട്ട് ഇവിടെ വന്ന് ബാക്കി എല്ലാവരെയും വിമർശിക്കുക എന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ആട്ടിൻതോലിടുന്ന ചെന്നായി സ്വഭാവത്തെ പോലെ അല്ലാതെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഞാൻ അത്രയേ വില കൊടുക്കുന്നുള്ളൂ. കേരളത്തിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടികൾ മാത്രം പരിശോധിച്ചാൽ അതറിയാം. പിന്നെ നമ്മൾ കാണേണ്ടത് ഇവിടെ ഞങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നു? താങ്കളുടെയും ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ഉന്നയിക്കേണ്ടതുണ്ട്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. UDF സംവിധാനം കേരളത്തിൽ തകർന്നിരിക്കുന്നു. ഘടകകക്ഷികളെല്ലാം പോയിരിക്കുന്നു. കേരള കോൺഗ്രസ് മാണിയും LJDയും എല്ലാം പോയി. അപ്പോൾ അവർക്ക് പുതിയ താവളങ്ങൾ തേടേണ്ടിയിരിക്കുന്നു, പുതിയ ഘടകകക്ഷികൾ വേണ്ടിയിരിക്കുന്നു. അതിനാണ് മുസ്ലിം ലീഗിനാൽ ആണ് ഇപ്പോൾ UDF നയിക്കപ്പെടുന്നത്. കോൺഗ്രസിന് വലിയ വോയിസ് ഒന്നുമില്ല. മുസ്ലിം ലീഗാണ് തീരുമാനിച്ചത് SDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യമുണ്ടാക്കാൻ, വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ. ആ തീരുമാനത്തോട് വിയോജിക്കാൻ പോലും കോൺഗ്രസിനും UDFനും കഴിയുന്നില്ല. അതുകൊണ്ട് UDF കൺവീനർ തന്നെ പോയിട്ട് ഇത്തരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നു. കേരളത്തിലുടനീളം ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതായത് അദ്ദേഹം ഇപ്പോൾ ശ്രീ RV രാജേഷ് തന്നെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കണ്ട എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ദേശീയ നയം അതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ചർച്ചയിൽ വളരെ കൃത്യമായി താങ്കൾ ഒരു ആഹ്വാനം നടത്തും. ഒരു വക്താവാണല്ലോ താങ്കൾ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ വോട്ട് ചെയ്യണം. വെൽഫെയർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അത്. ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF വെച്ച എല്ലാ ബോർഡുകളും എടുത്തു മാറ്റണമെന്ന ആഹ്വാനം താങ്കൾ പരസ്യമായി ഇവിടെ നടത്തും. കേരളത്തിലെ അങ്ങനെ ഒരു വെല്ലുവിളി മുന്നോട്ട് വെക്കുകയാണ് SK സജീഷ്. തയ്യാറുണ്ടോ? ശ്രീ SK സജീഷ്, എനിക്ക് RV രാജേഷിന് നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. അതുകൊണ്ടാണ് നിൽക്കൂ നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഒരു നിമിഷം സജീഷ് ഒരു നിമിഷം. അത് അല്ല, അങ്ങനെ വെല്ലുവിളിച്ച് നമുക്ക് അങ്ങനെ പോകണ്ടല്ലോ. ചോദിക്കാം, RV രാജേഷിനോട് അത് ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് പോവാം. ശ്രീ SK സജീഷ് RV രാജേഷിനോട് അത് ചോദിച്ചു പോകാം. ശ്രീ RV രാജേഷ്, SK സജീഷ് മുന്നോട്ട് ഇല്ല ഒരു നിമിഷം നമുക്ക് ഒരു നിമിഷം ശ്രീ SK സജീഷ്. കേരളത്തിലെ 3000-ഓളം സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ പരസ്യമായി UDFുമായി സഹായത്തിലാണ് കേരളത്തിലെ ശരി സജീഷ്, താങ്കൾ പറഞ്ഞതിന് RV രാജേഷിൽ നിന്നൊരു മറുപടി വേണം. താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യമല്ലല്ലോ. RV രാജേഷ് ആ മറുപടി പറയട്ടെ, അതിനുശേഷം നമുക്ക് വരാം. ശ്രീ SK സജീഷ് വരാം. ശ്രീ RV രാജേഷ്, ഇപ്പോൾ SK സജീഷ് പറഞ്ഞതുപോലെ ഒരു ആഹ്വാനം നടത്താൻ താങ്കൾ തയ്യാറുണ്ടോ? നടത്തേണ്ടത് എന്റെ പാർട്ടിയുടെ നിലപാടുകൾ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് വ്യക്തമാക്കേണ്ടത്. ആ നിലപാടിനനുസരിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വരുന്നത്. അല്ലാതെ എനിക്ക് സ്വന്തമായുള്ള അങ്ങനെയാണ് എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞത് സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ.
അങ്ങനെയെങ്കിൽ അപ്പൊ എന്താണ് സ്വീകരിച്ചൊരു നിലപാട് ഇവിടെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു അഭിപ്രായം ഞാൻ ഈ ചർച്ചയിൽ പറയും. എനിക്കതിന് യാതൊരു മടിയുമില്ല. അത് ആഹ്വാനമായിട്ടാണ് ഏത് അതുതന്നെയാണല്ലോ ഞാനും പറഞ്ഞത്. താങ്കൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? കേരളത്തിൽ UDF ഗ്യാസ് കുറ്റി അടയാളത്തിലുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പ് സാമഗ്രികളും എടുത്തു മാറ്റണമെന്ന് താങ്കൾ പറയുമോ? അല്ലെങ്കിൽ താങ്കൾ സംസാരിക്കും. സജീഷ് രാജേഷ് പറയട്ടെ, മറുപടി പറയട്ടെ. ഒരു ആവർത്തന വികസതയുടെ കാര്യമുണ്ടോ? ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചല്ലോ, അതിനൊന്നും സനീഷ് മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സജീഷ് ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ശ്രീ ആർ വി രാജേഷ്. സജീഷ് ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, എന്താണ് താങ്കളുടെ മറുപടി? അല്ല, ഇവിടെ ഈ കാര്യത്തെ കുറിച്ച് വ്യക്തമായ നിലപാട് കോൺഗ്രസ് പാർട്ടി KPCCയുടെ പ്രസിഡന്റ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറമായി എന്ത് വ്യക്തതയാണ് വരുത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അപ്പുറമായി നിങ്ങൾ ആരെയൊക്കെ പിന്തുണയ്ക്കുന്നു? നിങ്ങൾ അബ്ദുൽ നാസർ മദനിയെ പിന്തുണച്ചില്ലേ? നിങ്ങൾ അബ്ദുൽ നാസർ ഒരു നിമിഷം സജീഷ്, ആർ വി രാജേഷ് പറയട്ടെ. സജീഷ് ഒരു നിമിഷം, ആർ വി രാജേഷ് പറയട്ടെ. സജീഷ് ഒരു നിമിഷം, ആർ വി രാജേഷ് പറയട്ടെ. ഗ്യാസ് കുറ്റി ചിഹ്നത്തിൽ മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ അബ്ദുൽ നാസർ മദനിയുമായി വേദി പങ്കിട്ടാൽ അത് സ്വർഗീയം, അതിൽ മറ്റാരെങ്കിലും അവരുമായി വേദി പങ്കിട്ടാൽ അത് വർഗീയം. അത് നിലപാട് ശരിയാവില്ലോ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഈ കാര്യത്തിൽ നോക്കൂ. സജീഷ്, താങ്കൾ മുന്നോട്ടൊരു വാദം മുന്നോട്ട് വെച്ചു, അതിന് ആർ വി രാജേഷ് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സജീഷ്, എനിക്ക് മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രചരണം നടത്തിയ ആളുകളാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നിലപാട് എടുക്കുന്നത്? നിങ്ങൾ നേരത്തെ എന്തുകൊണ്ട് ഈ വർഗീയ കക്ഷികളുമായി എല്ലാം കൂട്ടിച്ചേർത്ത്? ഇപ്പൊ കേരള കോൺഗ്രസിലൂടെ വന്നപ്പോ അവർക്ക് വർഗീയ ചുവയായിരുന്നു. ഇന്ന് അതായത് ആർ വി രാജേഷ്, താങ്കൾ പറയുന്നത് ഇപ്രകാരം, അതായത് ഇപ്പോൾ എനിക്ക് താങ്കൾ പറയുന്നതിൽ നിന്ന് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ SK സജീഷ് മുന്നോട്ട് വെച്ച ഒരു ആവശ്യം, അതായത് നിങ്ങൾ ഇങ്ങനെ ഈ പ്രചരണ സാമഗ്രികളൊക്കെ എടുത്തു മാറ്റുമോ എന്ന ചോദ്യത്തിന് തൽക്കാലം അതിന് താങ്കൾ ഉത്തരം പറയാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ വിഷയം വിടുകയാണ്. ആണല്ലോ അല്ലെ? കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. ആ ചിഹ്നത്തിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. പിന്നെ പ്രാദേശികമായി ചിലപ്പോൾ പല കക്ഷികളും ഞങ്ങൾ സ്വതന്ത്ര പിന്തുണയ്ക്കുന്നുണ്ട്. അത് പല ചിഹ്നങ്ങളിലും സ്വതന്ത്ര പല സ്ഥലങ്ങളിലും ചിഹ്നം താങ്കൾക്ക് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഗ്യാസ് കുറ്റി സ്വതന്ത്ര ചിഹ്നമാണ്, നക്ഷത്രം സ്വതന്ത്ര ചിഹ്നമാണ്. ആ ചിഹ്നങ്ങളിലൊക്കെ CPMന്റെ ചിഹ്നം മരുവാൾ ചുറ്റിയ നക്ഷത്രം എന്നതുപോലെ മറ്റു പാർട്ടികൾക്കൊന്നും അതിൽ മത്സരിക്കാൻ പറ്റില്ല. സ്വതന്ത്ര ചിഹ്നത്തിൽ ശരി, അത് വിട്ടു, ഞാൻ ആ വിഷയം വിട്ടു. ശ്രീ അതിൽ ആർ വി രാജേഷിന്റെ മറുപടി എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. SK സജീഷ് ഉന്നയിച്ച ചോദ്യം എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ശരി, ഞാൻ ആ വിഷയം വിട്ടു. എനിക്ക് നാരായണൻ നമ്പൂതിരിയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇപ്പോൾ ഈ വർഗീയ പ്രചരണം, ഈ വിശ്വാസത്തെ കൂട്ടുപിടിച്ചുള്ള പ്രചരണം, ഇതൊക്കെ പതിവില്ലാത്ത വിധം കാണുന്നു. പല ഇടങ്ങളിലും വളരെ സജീവമായി കാണുന്നു. ജാതി പറഞ്ഞും മതം പറഞ്ഞുമുള്ള വോട്ടുപിടുത്തം പലയിടങ്ങളിലും സജീവമാണ്. രഹസ്യമായും പരസ്യമായും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ. BJPക്ക് ഒരു ഉത്തരവാദിത്വവുമില്ലേ ഇത്തരത്തിലുള്ള ഒരു വർഗീയ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചത്? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ്, എന്തിനാണ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നാടകം കളിക്കുന്നത്? ഇത് ഈ സ്റ്റേജിന് മുമ്പിൽ വന്ന് പാവക്കൂത്ത് നടത്തുകയും സ്റ്റേജിന് പുറത്തേക്ക് പോയി അപ്പുറം കട്ടന് മറയിൽ പോയി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നവരല്ല. ഇവർ രണ്ടുപേരും ഈ വെൽഫെയർ പാർട്ടിയെ വളർത്തി വലുതാക്കുന്നതിൽ തുല്യ ഉത്തരവാദിത്വം വഹിച്ചതല്ലേ. സജീഷ് BJP 3000 സീറ്റിൽ മത്സരിച്ചില്ല എന്ന് പറഞ്ഞു. സജീഷ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകൾ മത്സരിക്കുന്ന പാർട്ടി BJPയുടേതാണ്, നിങ്ങൾ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ. ഒന്നത്. രണ്ട്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുക്കം മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളും വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നോ? എന്താ നിങ്ങളത് മറന്നുപോകുന്നേ? വളരെ ഡയറക്റ്റ് നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ സംസാരിച്ചേ ഇല്ല, മൗനം പാലിച്ചു. ആ മര്യാദ താങ്കളും പുലർത്തണം. താങ്കൾ രാജേഷിന്റെ ബഹളമൊക്കെ ഉണ്ടാക്കും, കാരണം അത് ആളുകളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ബഹളം ഉണ്ടാക്കണം. അത് ഞാൻ കണ്ട് രസിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ചോദ്യം, വെൽഫെയർ പാർട്ടിയുമായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ സഖ്യത്തിലായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഈ എറണാകുളം ജില്ലയിലടക്കം എത്ര പഞ്ചായത്തുകളിൽ നിങ്ങൾ സഖ്യത്തിനുണ്ടായിരുന്നു?
അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ UDF-ഉമായുള്ള സഖ്യം എന്ന് പറയുന്നത് ശരിയാണ്. UDF തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേ പരാജയം അംഗീകരിച്ചത് കൊണ്ടാണ് വെൽഫെയർ പാർട്ടി എങ്കിൽ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിൽ നിരോധിക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഘടകം അതെങ്കിൽ അത് ആരുമായിട്ട് സഹകരിച്ച് എങ്ങനെയും ജയിക്കാമോ എന്ന് അവർ നോക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് അന്തസ്സുണ്ട് ചോദിക്കാൻ? നിങ്ങൾക്കെന്ത് അവകാശമുണ്ട് ചോദ്യം ചെയ്യാൻ? നിങ്ങൾ കഴിഞ്ഞത് 5 വർഷം മുമ്പ് നിങ്ങൾ ഒരുമിച്ചുമായി സഹസേന നടത്തിയവരല്ലേ? നിങ്ങളാണോ ഇപ്പോ ഇവരെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്? ഇത് നിങ്ങൾ രണ്ടുപേരും ഈ കേരളത്തിലെ വർഗീയത, ഇന്ത്യയിൽ വർഗീയത വളർത്താൻ ഒരേപോലെ കൂട്ടുനിന്നവരാണ്. CR പറഞ്ഞു BJP വർഗീയതയാണ്. BJP വർഗീയതയൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തായാലും CR-നെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് CR പറഞ്ഞോളൂ, CR അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നോളൂ, അത് അദ്ദേഹത്തിന്റെ അവകാശം. പക്ഷേ കേരളത്തിൽ അപർണ ചോദിച്ച ചോദ്യം, കേരളത്തിൽ ആരാ അപർണ ഈ വർഗീയത പറഞ്ഞത്? കേരളത്തിൽ ആരാ? ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി, നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ ജാതി പേരൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജാതി പേര് വെച്ച് മത്സരിക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥിയുണ്ട്. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ജാതി വരുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ജാതി നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്നതാരാ? ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്നതാരാ? കേരളത്തിൽ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ ഇപ്പോ സജീഷ് പറഞ്ഞ ഒരു 2 പ്രാവശ്യം ആവർത്തിച്ച ഒരു വാക്കുണ്ടല്ലോ, ഐക്യജനാധിപത്യ മുന്നണിയെ മുസ്ലിം ലീഗാണ് നയിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? മുസ്ലിം ലീഗാണ് UDF-നെ നയിക്കുന്നത് എന്ന് CPM-ന്റെ ആളുകൾ വാതോരാതെ പറയുന്നതിന്റെ പിന്നിൽ അജണ്ടയില്ലേ? ഹിഡൻ അജണ്ട കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാകില്ലേ? എനിക്കിപ്പോ UDF-ൽ മുസ്ലിം ലീഗ് നയിച്ചാലും കോൺഗ്രസ് നയിച്ചാലും അവരെല്ലാം ഒരേപോലെ ചിന്തിക്കുന്നവരാണ്, പരസ്പരം സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് അത് ആര് നയിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ ഇടതുപക്ഷ മുന്നണി മുസ്ലിം ലീഗ് നയിക്കുന്നു എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടിരുന്നത് ആരായിരുന്നു? നിങ്ങളുടെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ആളല്ലേ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്? നിങ്ങളിപ്പോ ഈ വർഗീയ വിരുദ്ധത, നിങ്ങൾ പറയുന്ന വർഗീയ വിരുദ്ധത എന്ന് പറയുന്നത് നിങ്ങളല്ലേ ശരിക്ക് ആട്ടിൻ ജോലിട്ട ചെന്നായി കമ്മ്യൂണിസ്റ്റുകാരൻ. നോക്കൂ ശ്രീ നാരായണൻ നമ്പൂതിരി, ഈ സംസ്ഥാനത്ത് നോക്കൂ, സജീഷ് ഞാൻ വരാം. ഈ സംസ്ഥാനത്ത് ഇത്രമേൽ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാകും ശ്രീ നാരായണൻ നമ്പൂതിരി? ഇത്രമേൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു സംസ്ഥാനത്ത്, പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര സജീവമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൊള്ളൂ ഹിന്ദുക്കൾ അല്ലാത്തവർ എന്ന് ഈ രാജ്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ശ്രീ നാരായണൻ നമ്പൂതിരി? എന്റെ അപർണെ, ഈ രാജ്യത്ത് വർഗീയമായി ജാതീയമായി തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികളെ നിർത്തി തുടങ്ങിയിട്ട് ഇത് ഇന്നലെയൊന്നും അല്ലല്ലോ. ഈ സംസ്ഥാനം ഉണ്ടായപ്പോൾ തൊട്ട് ഈ രാജ്യത്ത് നിങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, ജാട്ട് ജാതി BJP ഉണ്ടാക്കിയതല്ലോ. ജാട്ടുകളുടെ പാർട്ടി, ജാതിപരമായി ആളുകൾ ഒന്നിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഈ നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരുടെയും കാപട്യമുണ്ടല്ലോ. നിങ്ങൾ ചിലത് കാണും, ചിലത് കാണാതിരിക്കും. ജാതീയമായി ആളുകൾ സംഘടിച്ച് ആ സംഘടനയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഈ ജാതീയമായി സംഘടിക്കാതെ ചില വിഷയങ്ങൾ, രാജ്യം നേരിടുന്ന ചില വിഷയങ്ങൾ പറയുമ്പോൾ അതിൽ വർഗീയത ചാർത്തുന്നത്, ഞങ്ങൾ ഈ രാജ്യത്ത് ഒരു ജാതിയെയും ഒരു മതത്തെയും തള്ളി പറഞ്ഞിട്ടില്ല. ഒരു ജാതിയോടും ഒരു മതത്തിനോടും പാകിസ്ഥാനിലേക്ക് പോകാനും പറഞ്ഞിട്ടില്ല BJP. ഞങ്ങൾ ശരിയാണ് ഈ രാജ്യത്തിന് BJP-യുടെ എത്ര നേതാക്കൾ തുടർച്ചയായി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ശ്രീ നാരായണൻ നമ്പൂതിരി? ആരോടാ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ അനന്തകുമാറിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഇനിയും പറയും. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് ഭേദം, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് ഭേദം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അത് തന്നെ പറയും അനന്തമൂർത്തിയോട്. അത് എന്ത് കോണ്ടാക്സിലാണ് പറയാൻ കഴിയുക? ഈ രാജ്യത്തെ ഒരു പൗരനോട് നിങ്ങൾ എന്ത് കോണ്ടാക്സിലാണ് അത് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പാകിസ്ഥാനിലേക്ക് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞല്ലോ, പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ഏത് കോണ്ടാക്സിലാണ്? ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്നയാൾ പ്രധാനമന്ത്രിയായാൽ ഞാൻ പാകിസ്ഥാനിലേക്ക് പോകും എന്ന് പരസ്യമായി അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോ പൗരനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നതാണ്. അപർണ,
ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചാൽ ഞാൻ തല മുട്ടയടിക്കുമെന്ന് പറയാനുള്ള എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ മുട്ടയടിക്കുക എന്ന് പറയാൻ അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ ഇടതുമുന്നണി പറഞ്ഞാൽ അത് തെറ്റാണ്. അവിടെയാണ്, അവിടെ പാകിസ്ഥാൻ എന്നൊരു രാജ്യമുണ്ടല്ലോ. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ. ഈ രാഷ്ട്രീയത്തെയൊക്കെയാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്താണ് പാകിസ്ഥാൻ, എങ്ങനെയാണ് പാകിസ്ഥാൻ ഫോർമേഷൻ എന്നുള്ളതൊക്കെ ശ്രീ നാരായണ നമ്പൂതിരി നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇനി നമ്മൾ എന്തിനാണ് അതിൽ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കേണ്ട കാര്യമില്ല. അല്ലല്ല, അനന്തമൂർത്തി എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിന് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ചോദ്യം ചെയ്താൽ, ഞങ്ങളെ ആക്രമിച്ചാൽ, ഞങ്ങളെ വിമർശിച്ചാൽ തിരിച്ച് വിമർശനത്തിന് അത് ഏത് ബുദ്ധിജീവിയാണെങ്കിലും ഒരേ അവകാശമാണ്. എന്തിനാണ് അവിടെയാണല്ലോ എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്ങനെയാണ്, എന്താണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. പറഞ്ഞാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഞാൻ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് ഒരാൾ പറഞ്ഞാൽ ശരി, എന്നാൽ താങ്കൾ പൊക്കോളൂ എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതേ ഉള്ളൂ. ശരി, ദയവായി തുടരുക. ശ്രീ സി ആർ നീലകണ്ഠൻ, നോക്കൂ, ബി ജെ പി വന്നതിന് ശേഷമാണോ വർഗീയത ഉണ്ടായത്? ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വർഗീയത സംസാരിക്കാൻ തുടങ്ങിയത് ബി ജെ പി വന്നതിന് ശേഷമാണോ? സ്വാഭാവികമായും ഉന്നയിക്കപ്പെടുന്ന ചോദ്യമാണ്. ബി ജെ പി നേതാക്കൾ തുടർച്ചയായി തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ബി ജെ പി മാത്രമാണോ ഇവിടെ വർഗീയത പടർത്തുന്നതിൽ, അല്ലെങ്കിൽ വർഗീയതയ്ക്ക് പിന്നിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ പാർട്ടി അവർ മാത്രമാണോ? അല്ലല്ലോ. പിന്നെ എസ് കെ സജീഷ് താങ്കളെ കുറിച്ച് ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട്. രണ്ടിനും മറുപടി വേണം. എസ് കെ സജീഷ് CPM കാരനായിരിക്കുമ്പോൾ സത്യം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഞാൻ പങ്കെടുത്ത സമര പരിപാടികളെ കുറിച്ച് അദ്ദേഹത്തിന് ആക്ഷേപം ഉണ്ടാവും. കാരണം എന്താ, അദ്ദേഹത്തിന്റെ അടക്കമുള്ള ഗവൺമെന്റുകൾ ചെയ്യുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ എല്ലാവരുമായി ചേർന്ന് സമരം ചെയ്യും. ആറന്മുളയിൽ സജീഷിന്റെ നേതാവ് ഞാനും അടക്കം കുമ്മനം രാജശേഖരനും ഒന്നിച്ച ഒരു വേദിയിൽ ആറന്മുള എയർപോർട്ടിനെതിരെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. കുമ്മനം രാജശേഖരനും ഞാനും സഖാവ് പിണറായി MA ബേബി അടക്കം ഒരു വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമരത്തിന്റെ മുഖത്ത് പരിസ്ഥിതി സംരക്ഷണത്തിൽ, ജനങ്ങളുടെ ജീവിത സംരക്ഷണത്തിൽ ആര് വന്നാലും സഹകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അത് വെൽഫെയർ പാർട്ടി വരാം, SDPI വരാം, വേറെ ആര് വേണി വരാം. നമുക്ക് അവരോട് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സമരത്തിൽ, ആ സമരത്തിൽ വരിക തന്നെ ചെയ്യും. ഭൂമി ഏറ്റെടുക്കുന്ന സമരത്തിൽ, പാറമടയുടെ സമരത്തിൽ, അതിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷേ ഒരു സീറ്റിന് വേണ്ടി ഞാൻ ഇവരുടെ ആരുടെ അടുത്ത് പോയിട്ടില്ല, ഒരു സംഗതിക്ക് ചെയ്തില്ല. കാരണം എനിക്ക് വേണ്ടിയല്ല, അത് പ്രകൃതിക്ക് വേണ്ടി ശരിയാണെന്ന് തോന്നുന്ന കാര്യം അത് ഇനിയും ചെയ്യും. അത് സജീഷിന്റെ പാർട്ടി വന്നാലും ചെയ്യും, വേറെ ഏത് പാർട്ടിയാലും ചെയ്യും. നിങ്ങളുടെ പാർട്ടി ഇപ്പോൾ സമരങ്ങളിൽ നിന്നൊക്കെ വിട്ട് മറ്റേ സ്വർണ്ണക്കടത്തിലൊക്കെയാണ്, എനിക്കറിയില്ല. പക്ഷേ നമുക്കിപ്പോഴും സമരത്തിൽ തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഞാൻ BJP മാത്രമാണ് വർഗീയ പാർട്ടി എന്നൊന്നും പറഞ്ഞില്ല. വർഗീയത വളർത്തുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട്. BJPക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് അന്തിമമായി ഉണ്ടാവുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. BJP കാരണം എന്താ വെച്ചാൽ സെക്യുലർ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്നവർ ഇത്തരത്തിൽ ഒളിച്ചുകളി നടത്തുന്നു. ഈ ഒളിച്ചുകളി യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ജീവിതത്തെ മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ അപർണ പറഞ്ഞതുപോലെ UDFകാരും LDFകാരും രാഷ്ട്രീയ വിഷയം പറയട്ടെ, ചർച്ച ചെയ്തോട്ടെ. അതിപ്പോൾ UDFന് ഗവൺമെന്റ് വിമർശനമാവാം, ഗവൺമെന്റ് നേട്ടങ്ങൾ സജീഷിന് പറയാം, വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നേട്ടങ്ങൾ നാരായണ നമ്പൂതിരിക്ക് പറയാം. ഒരു വിരോധമില്ല, അത് നല്ല കാര്യം. അതാ പറയേണ്ടത്. നേരെ മറിച്ച് ഇപ്പോൾ പാകിസ്ഥാന്റെ വിഷയം വന്നു. യഥാർത്ഥത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇതിലുണ്ട്. അനന്തമൂർത്തി ഞാൻ പാകിസ്ഥാനിൽ പോകുന്നല്ല പറഞ്ഞേ, ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞേ. അപ്പൊ മാത്രമല്ല, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, ഇവരോടൊക്കെ പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞവരാ. അത് ഞങ്ങൾ പറഞ്ഞില്ല, വേറെ ആരോ പറഞ്ഞ്, BJPക്കാർ വേറെ MP പറഞ്ഞ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു തർക്കമില്ല. കാരണം ഇസ്ലാമികത എന്നത് പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിന്റെ കൗണ്ടറാണ്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആയാലും ബാക്കി ആരാണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം വരുമ്പോൾ, പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി വരുമ്പോൾ, പൊളിറ്റിക്കൽ ഹിന്ദുയിസം വരുമ്പോൾ ഇത് ഉപയോഗിക്കും. ഇത് കടന്നു വരുന്നത് അവിടെയാണ് പ്രശ്നം. ഇത് കടന്നു വരുന്നത് വളരെ സമർത്ഥമായി അധികാരമോഹവുമായി ബന്ധപ്പെട്ടാണ്. ഒരു പഞ്ചായത്ത്, നേരത്തെ മുക്കത്തെ കാര്യം പറഞ്ഞു, മുക്കത്ത് അതിന് ന്യായീകരണം ഉണ്ടാവാം, കൊണ്ടോട്ടിയിൽ ന്യായീകരണം ഉണ്ടാവാം, പരപ്പനങ്ങാടി ന്യായീകരണം ഉണ്ടാവാം. അതല്ല വിഷയം. ന്യായീകരണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ സജീഷിന് മറുപടി പറയാൻ ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ടാണ്. അത് രണ്ടുപേർക്കും ഉണ്ടോ? അടുത്ത തവണ വരുമ്പോൾ തിരിച്ചിപ്പുറത്ത് വന്നാൽ ഇതേ ചോദ്യം സജീഷ് രാജേഷിനോട് ചോദിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സെക്യുലർ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണ്. അത് തെരഞ്ഞെടുപ്പിലാവുമ്പോൾ വളരെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ പണമുണ്ട്, ആളുകൾക്ക് താല്പര്യമുണ്ട്.
പിന്നെ അത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആ സമയം രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും. ആ സമയത്ത് കൊടുക്കുന്ന ഒരു ചെറിയ ടിപ്പ് പോലും ആളുകൾ മനസ്സിലേക്ക് ഏറ്റെടുക്കും. അതാണ് അതിലെ ഏറ്റവും മുതലാക്കുന്നത്. ആര് യഥാർത്ഥത്തിൽ വർഗീയത അജണ്ടയായി മേജർ അജണ്ടയായിട്ടുള്ള ആളുകൾ. INL പോലെ ഒരു പാർട്ടി എത്ര കാലം LDF-ന്റെ പുറത്തു നിന്നു? ഇപ്പോഴല്ലേ ഒന്ന് അകത്ത് കയറിയത്? എത്ര കാലം പുറത്തു നിന്നു? അപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ LDF അങ്ങനെ ചെയ്യുന്നു, INL വർഗീയ പാർട്ടിയാണോ, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ? അങ്ങനെ വർഗീയ പാർട്ടി എന്നുള്ളതല്ല വിഷയം. അവരുടെ നിലപാട് വർഗീയമാണോ എന്നതാണ്. നിലപാട് വർഗീയമാണെങ്കിൽ ഒരു പാർട്ടിയും ഈ അർത്ഥത്തിൽ അന്തിമമായി സഹായിക്കുക വർഗീയ രാഷ്ട്രീയം. തീർച്ചയായും. നോക്കൂ ശ്രീ SK സജീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ്. ഇപ്പോൾ BJP-ക്കെതിരെ, BJP-യുടെ ഫാസിസത്തിനെതിരെ, BJP-യുടെ വർഗീയതയ്ക്കെതിരെ ഒക്കെ തന്നെയാണ് ഇടതുമുന്നണി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ വർഗീയ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ക്യാഷ് ചെയ്യാൻ പോകുന്നത്, അവിടെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് BJP ആണ് എന്ന് അറിയാത്തതാണോ ശ്രീ SK സജീഷ്? അപർണ, ഒരു കാര്യം, നേരത്തെ ശ്രീ നാരായണൻ നമ്പൂരി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം അദ്ദേഹത്തോട് ഞാൻ വ്യക്തമായി പറയാം. മുക്കം മുനിസിപ്പാലിറ്റിയിലല്ല, താങ്കൾ എവിടെ പറഞ്ഞാലും ശരി, SDPI-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും നേരിട്ട് ഒരു സഖ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. മാത്രവുമല്ല, SDPI ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ അത് ഒരിക്കലും ഒരു നിമിഷം പോലും ഏറ്റുവാങ്ങാൻ വേണ്ടി പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഞാൻ നമസ്കരിക്കുന്നു. ഞാൻ നമസ്കരിക്കുന്നു, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല സാർ. താങ്കൾ ഇങ്ങനെ നിഷേധിച്ചാൽ, കണ്ണടച്ച് നിഷേധിച്ചാൽ കേരളത്തിലെ ആളുകൾ കാണുന്നുണ്ട് സാർ. ഇതൊക്കെ കേരളത്തിലെ ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മയുണ്ട്. പറഞ്ഞോളൂ. എന്തും പറഞ്ഞോളൂ. ഞാൻ ഇടപെടുന്നില്ല. പറയാം. ഇപ്പൊ താങ്കൾ അതിനിടയിൽ പറഞ്ഞു തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥി പേര് മാറ്റിയെന്ന്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പേര് മാറ്റിയതൊന്നുമല്ല. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നം, അവിടെ അവരുടെ സർട്ടിഫിക്കറ്റുള്ള പേര് വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധം പിടിച്ചു. അതിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായ മാറ്റം. അതല്ലാതെ അതിലപ്പുറമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാനേ ഉണ്ടാവും. സജീഷ്, ഞാൻ അതിലൊരു ക്ലാരിഫിക്കേഷൻ. ഒരു നിമിഷം, ഒറ്റ മിനിറ്റ് സജീഷ്, ഒരു നിമിഷം. ശ്രീ നാരായണൻ നമ്പൂതിരി, ആർ വി രാജേഷ്, ഒരു നിമിഷം. ഞാൻ സജീഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. സജീഷ്, തിരുവനന്തപുരത്തെ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. സജീഷ്, ഒരു നിമിഷം. ഞാൻ പറയട്ടെ പ്ലീസ്. നിങ്ങൾ എല്ലാവരും കൂടി, ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ശരിയാണ്. ഞാൻ ഇടപെട്ടത് ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് നേരത്തെ ഇടപെട്ടത്, അല്ലാതെ പറയുന്ന എല്ലാ കാര്യത്തിലുമല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP വർഗീയതയെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീ നാരായണ നമ്പൂതിരിയിലൂടെ. രാജ്യത്തെ വർഗീയതയെ കുറിച്ച് BJP സംസാരിക്കുകയാണ്. ഈ നാടിനെ വെട്ടിമുറിക്കാനും ഈ നാടിന്റെ മതനിരപേക്ഷതയെ തന്നെ ഇല്ലാതാക്കി കളയാനും മുന്നിട്ടിറങ്ങുന്ന BJP-യും RSS-ഉം ആണ് ഇത് പറയുന്നത്. എന്തൊക്കെ വെട്ടിമുറിക്കാൻ സജീഷ് പറയട്ടെ. എന്നിട്ട് ഇങ്ങനെ ഡയലോഗ് ഫിറ്റ് ചെയ്യുന്നല്ലോ സാർ. വെട്ടിമുറിക്കാൻ കൂട്ടുനിന്നവർ നിങ്ങൾ. ഗാന്ധിജിയെ കൊന്നിട്ട് മൃതിയാകാതെ പിന്നെ ഗാന്ധിജിയുടെ രൂപമുണ്ടാക്കി അതിനെ വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തനം നടത്തി ഒരാളെ MP ആക്കിയ പാർട്ടിയല്ലേ BJP എന്ന് പറയുന്നത്? ആ പാർട്ടി തന്നെയല്ലേ BJP, വേറെ പാർട്ടിയൊന്നും അല്ലല്ലോ. കൊന്നിട്ട് മതിയാതെ വീണ്ടും കൊന്നിട്ട് സതീഷ്, ഗാന്ധിയെ കൊന്ന സംഘടനയുടെ പ്രസിഡന്റിന്റെ വർഗീയതയെ കുറിച്ച് പറയുകയാണ്. ഞാനത് വിടുന്നു. സതീഷ്, ഗാന്ധിയെ കൊന്ന സംഘടനയുടെ പ്രസിഡന്റിനെ MP ആക്കിയത് നിങ്ങളാണ്. മണ്ഡലത്തിന്റെ പ്രസിഡന്റിനെ ഒരു നിമിഷം ശ്രീ നാരായണ നമ്പൂതിരി, ഇപ്പോൾ ഗാന്ധി വധത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരും. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ട തൽക്കാലം. അതിനിപ്പോ 1 മണിക്കൂർ മതിയാകില്ല. ശ്രീ നാരായണ നമ്പൂതിരി, ഗാന്ധി വധത്തിൽ BJP-യും RSS-ഉം അത്ര കുഞ്ഞാടുകളൊന്നും ആകണ്ട, അത് മാത്രമേ ഉള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. സജീഷ് പറയട്ടെ. അല്ല, അത് അപർണ നമുക്ക് ചർച്ച ചെയ്യാം. അപർണയല്ല തീരുമാനിക്കുന്നത്. ഗാന്ധി വധത്തിൽ RSS-ഓ BJP-യോ കുഞ്ഞാടാകണമോ എന്ന് അപർണയല്ല തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ആ രീതിയിലുള്ള ഒരു തർക്കത്തേക്ക് നമ്മൾ പോകേണ്ട. എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതിനുശേഷം അതിന് ഞാനെതിരല്ല. അതെ, ഒരു കാര്യം. പിന്നെ CR ഉൾപ്പെടെ പറഞ്ഞ കാര്യമുണ്ട്. CR നീലകണ്ഠൻ അദ്ദേഹം
ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറി പരിശോധിച്ചാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സെമിനാറുകളിലും പരിപാടിയിലും പങ്കെടുത്തിരിക്കുന്നത് ഈ വെൽഫെയർ പാർട്ടി. അതിലൊക്കെ ഡിവൈഎഫ്ഐ നേതാക്കളും ഉണ്ട് സഖാവെ. എന്റെ കൂടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളും ഉണ്ട് സഖാവ് MP രാജേഷ് അടക്കം. അത് ഞാൻ പറയാം. സ്വന്തം ഡയറി പരിശോധിച്ചാൽ മതി. അല്ല, ഡയറി പരിശോധിച്ചാൽ മതി. പിന്നെ അദ്ദേഹം കൂടെ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് ഗെയിൽ പദ്ധതിക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. നടുവിൽ ഇവരെ കൊണ്ട് നിസ്കാരം നടത്തിച്ച് ആ പദ്ധതിയെ വർഗീയവൽക്കരിച്ച് തടയാൻ വേണ്ടി നടത്തിയ ശ്രമം, ആ ശ്രമത്തെ പരാജയപ്പെടുത്തി ആർജമുള്ള ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു. കേരളത്തിന്റെ പൊതുവായ വികസനത്തെ തടയുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയോടൊപ്പം നിന്നയാളാണ് താങ്കൾ. അതൊന്നും എനിക്ക് വേഗത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് നോക്കൂ സജീഷ്, താങ്കൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷമിക്കണം, എനിക്ക് വേഗത്തിൽ സിയാറിന്റെ കയ്യിൽ നിന്ന് 30 സെക്കൻഡിൽ മറുപടി വേണം. ശ്രീ സിയാർ, താങ്കൾ. ഒന്നാമത് ഗെയിൽ പദ്ധതിക്കെതിരായ ഏറ്റവും ശക്തമായ സമരം നടത്തിയ സഖാവ് P രാജീവാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ പടം കാണിച്ചു തരാം. P രാജീവ് അടക്കം ഞാനിപ്പോ കേസിൽ പ്രതിയാണ്. രാജീവ് പ്രതിയായിട്ടുള്ള MP ആയിരുന്നുണ്ട്. ഇനി ഗെയിൽ പദ്ധതി തമിഴ്നാട്ടിൽ എന്താ നടപ്പാക്കാഞ്ഞത് എന്നുകൂടി സഖാവ് ഒന്ന് അന്വേഷിച്ച തിരക്കേടില്ല. ഗെയിൽ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പാവാത്തത് തമിഴ്നാട്ടിലെ CPM അടക്കമുള്ളവരുടെ കർഷക സംഘത്തിന്റെ സമരമാണ്. വാളയാർ വരെ സമരം പോയി നിൽക്കുകയാണ്. വികസനം അവിടെ എനിക്ക് സമയം എക്സീഡ് ആയതുകൊണ്ടാണ്, സമയം അവസാനിച്ചതുകൊണ്ടാണ്. ക്ഷമിക്കണം അതിഥികൾ, ക്ഷമിക്കണം. വർഗീയപരമായി തെരുവിൽ നിസ്കാരം നടത്തി എതിർക്കാൻ വേണ്ടി വന്ന ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം സമരം ചെയ്തയാളാണ് താങ്കൾ എന്ന കാര്യത്തിൽ അല്ല, കുമ്മനം രാജശേഖരൻ കുഴപ്പമില്ല. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് കുമ്മനം രാജശേഖരനാവാം. അത് പറ്റില്ല. അങ്ങനെ പറയാം. കുമ്മനം രാജശേഖരന്റെ കൂടെ സമരം ചെയ്തോ നിങ്ങൾ? UDF-നെ എതിർക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടി തീരുമാനിച്ചപ്പോൾ അതൊക്കെ വേറെ കാര്യം. അതൊക്കെ നമുക്ക് വേറെ പറയാം. നിങ്ങൾ ഇത് പറ. നിലപാട് സ്വീകരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ ശരി, നമുക്ക് ആ വിഷയം അല്ല, അത് അങ്ങനെ ഒരു വിശാലാർത്ഥത്തിലുള്ള ചർച്ച നടത്താനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം അതിഥികൾ. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ. ഒപ്പം തന്നെ SK സജീഷ്, നാരായണൻ നമ്പൂതിരി, RV രാജേഷ് ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.